തിരുവനന്തപുരത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം 7 പേരുടെ നില ഗുരുതരമാണ്. കൊടകര MBA കോളേജിലെ പഠനയാത്രാ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 40 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്നാണ് നിഗമനം. ആഷിൻ ഡിയേഗോണ്ട് വിവരങ്ങളുമായി. ആഷിൻ, പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട്? അതിനാൽ നിലവിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് 2 പേരുടെ നിലയാണ് ഗുരുതരം എന്നുള്ളതാണ്. ഈ കാണുന്ന ബസ്സാണ് ഇന്ന് പുലർച്ചെ 3:30 അപകടത്തിൽപ്പെട്ടത്. നാവായിക്കുളത്തിന് സമീപം ദേശീയപാതയ്ക്ക് സമീപത്തായി തന്നെ ആണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ വാഹനം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ ഒരു അപകട കാരണം എന്നുള്ളതാണ്. കാരണം സ്ട്രെയിറ്റ് റോഡാണ്. സ്ട്രെയിറ്റ് റോഡിൽ നിന്നും നേരെ വന്നിരുന്ന ബസ് പെട്ടെന്ന് അവിടെ നിന്നും തെന്നി മാറി ഫുട്പാത്തിലൂടെ കയറി ഈ കാണുന്ന വീടിൻ്റെ സമീപത്തായി തലകീഴായി മറിയുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട്ടുകാരാണ് ആദ്യം ഈ അപകടം കാണുന്നത്. ഉടൻ തന്നെ പോലീസിനടക്കം വിവരമറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്കും ഒരു വിദ്യാർത്ഥിക്കുമാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഈ 2 പേരുടെ ഏതാണ്ട് 45ഓളം പേര് ഈ വാഹനത്തിലുണ്ടായിരുന്നു. 42 വിദ്യാർത്ഥികളും 3 അധ്യാപകരും 2 ബസ് ജീവനക്കാരും, അങ്ങനെ മൊത്തം 47 പേരാണ് ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നത്. വിഴിഞ്ഞത്തേക്ക് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിൽ നിന്നുള്ള കോളേജിലെ സംഘം ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഇടയിലാണ്, വിഴിഞ്ഞത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ബസ് ഈ നേരത്തെ കണ്ട നാവായിക്കുളത്തെ ദേശീയപാതയ്ക്ക് സമീപം ഉള്ള സർവീസ് റോഡ് കൂടെ കയറി അവിടെ നിന്നും ബസ് നിയന്ത്രണം വിട്ട് വന്ന് ഈ വീടിന് മുന്നിലെ കാർ ഷെഡിന് മുന്നിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ്. വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ 2 പേരുടെ നിലയാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമായി തുടരുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചെറിയ പരിക്കുകളോടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റോ പോൾ എന്നാണ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പേര്. അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ വിൻസൺ. ഈ 2 പേർക്കാണ് നിലവിൽ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇവർ വിഴിഞ്ഞത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളതും. ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകട കാരണം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസാണ് ഇവരെ ഇവിടേക്ക് എത്തി വലിയൊരു ട്രാവലറിൽ വിദ്യാർത്ഥികളെല്ലാം ഇവിടുന്ന് മാറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി ബസ് ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉടൻ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പരിക്കേറ്റ 2 പേരെ കൊല്ലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചെറിയ പരിക്കുകളോട് അവരും ചികിത്സയിലാണ്. ആതിര, തിരുവനന്തപുരം കല്ലമ്പലത്താണ് പഠനയാത്രാ സംഘത്തിന്റെ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്.